സുന്ദരികളും സുന്ദരന്മാരും, അമ്മിണി, അങ്ങനെ ഉറുമ്പിന്റെ കുറേ കൃതികളുണ്ട്. എല്ലാ കൃതികളെയും കുറിച്ച് അതിന്റെ ഉള്ളടക്കത്തൊന്നും പറയാൻ നമ്മുടെ പണിയല്ല, എന്റെ അത് ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ നമ്മൾ തന്നെ വായിച്ച് മനസ്സിലാക്കേണ്ടത്. മറിച്ച് എന്താണ് ഉറൂബ് പറയാൻ ശ്രമിച്ചത്, എന്ത് സാംസ്കാരിക ദൗത്യമാണ് അല്ലെങ്കിൽ എന്ത് സാമൂഹ്യ ദൗത്യമാണ് തന്റെ രചനയിലൂടെ ഉറൂബ് നിർവഹിച്ചത് എന്നുള്ളതാണ് പ്രശ്നം. ആ സാമൂഹ്യ ദൗത്യം എന്താണ്, സാംസ്കാരിക ദൗത്യം എന്താണ് എന്ന് മനസ്സിലാക്കുകയും അതിന്റെ വെളിച്ചത്തിൽ, ആ തിരിച്ചറിവുകളുടെ വെളിച്ചത്തിൽ അദ്ദേഹത്തിന്റെ കൃതികളെ വായിക്കുക എന്നുള്ളതാണ്. ഞാൻ ഉറൂബിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുപക്ഷെ ഉമ്മാച്ചുവിനെ ആലോചിക്കുന്നതിന് മുമ്പ്, സുന്ദരികളും സുന്ദരന്മാരെയും കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ്, അമ്മിണിയെ കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് ഒക്കെ ആലോചിക്കുന്ന ഒരു കഥ പടച്ചോന്റെ ചോറ് എന്നുള്ളത് ചെറുകഥയാണ്. എനിക്ക് തോന്നുന്നു ഉറൂബിന്റെ ആദ്യകാല കഥകളിലൊന്നാണ്. ഇന്നും വളരെ പ്രസക്തിയുള്ള ഒരു ചെറുകഥയാണ്. ഒരു മുല്ലാക്കയുടെ അടുത്തേക്ക് അദ്ദേഹം മുല്ലാക്ക നഗരത്തിലാണ് താമസിക്കുന്നത്. ഈ നഗരത്തിൽ താമസിക്കുന്ന ഉസ്താദിന്റെ അടുത്തേക്ക്, മുല്ലാക്കയുടെ അടുത്തേക്ക് നാട്ടിലുള്ള അദ്ദേഹത്തിന്റെ ഒരു അയൽവാസിയായ ഒരു ഹിന്ദു ചെറുപ്പക്കാരൻ, അങ്ങനെയാണ് നമ്മളിപ്പോൾ അതിൽ വിശേഷിപ്പിക്കുന്നത്, ചെറുപ്പക്കാരൻ മുല്ലാക്കയുടെ അടുത്തേക്ക് വരുന്നു. പൂർണ്ണമായും വിശ്വാസിയായിരുന്ന ഈ മുല്ലാക്ക ഈ തന്റെ അയൽവാസിയായ ഈ മകനെ അവനെ ചേർത്ത് പിടിക്കുന്നത്, അവന്റെ വസ്ത്രം പോലും അലക്കിക്കൊടുത്ത്, അവന് ഭക്ഷണം വാങ്ങിക്കൊടുത്ത്, സ്വന്തം മകനെപ്പോലെ ചേർത്ത് പിടിക്കുന്ന, മകനെപ്പോലെ ചേർത്ത് പിടിച്ച് ആ ഒരു എന്താ പറയുക, കേരളത്തിന്റെ ആ ഒരു മതനിരപേക്ഷ പാരമ്പര്യത്തെ മനോഹരമായി ആവിഷ്കരിക്കുന്ന കഥയാണ് പടച്ചോന്റെ ചോറ് എന്നുള്ള ഉറൂബിന്റെ കഥ. അപ്പൊ ഞാൻ ഈ ഉമ്മാച്ചുവിനെ കുറിച്ച് ആലോചിക്കുന്നതിനൊക്കെ മുമ്പ് മലയാളി ആലോചിക്കേണ്ട, പ്രത്യേകിച്ച് ഇപ്പൊ ആലോചിക്കേണ്ട ഒന്ന് രണ്ട് കഥകളിൽ പ്രധാനപ്പെട്ടതാണ് പിന്നെ പടച്ചോന്റെ ചോറ് എന്നുള്ള കഥ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെയാണ് അവർക്കിടയിൽ സ്നേഹമാണ് അവരുടെ മതം, സ്നേഹമാണ് അവരുടെ മതം, സ്നേഹമാണ് അവരുടെ ഈശ്വരൻ, സ്നേഹമാണ് അവരുടെ സർവ്വം. അങ്ങനെ അതുകൊണ്ട് തന്നെ തന്നിൽ നിന്ന് വേറിട്ട ഒരു മനുഷ്യനായി ഈ ചെറുപ്പക്കാരനെ ഈ ഉസ്താദ് കാണുന്നില്ല. അദ്ദേഹം ഇവന്റെ എല്ലാം ഫുൾ ടൈം ചീത്തയെ പറയുള്ളൂ. അതാണ് തമാശ. ഈ ചെറുപ്പക്കാരനെ എപ്പോഴും ഹംസെന്ന് വിളിക്കുന്നത് എല്ലാം പറയും. പക്ഷെ വളരെ ഒരു പിതാവിൽ നിന്ന് ലഭിക്കുന്ന, അല്ലെങ്കിൽ പിതാവ് പറയുന്ന ഒരു ശിക്ഷാസൂചകമായ വാക്യങ്ങളെ പോലെയാണ് ഈ ചെറുപ്പക്കാരനത് കേൾക്കുന്നത്. കാരണം അവനറിയാം, എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്നെ ഏറ്റവും പ്രിയപ്പെട്ട, എന്നെ കരുതലോടെ സംരക്ഷിക്കുന്നത് ഈ മനുഷ്യനാണ് എന്ന് അദ്ദേഹം. ഇങ്ങനെ മലയാളിയുടെ സാമൂഹ്യ അന്തരീക്ഷത്തെ, നമ്മുടെ ജീവിതത്തെ മതനിരപേക്ഷ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന, അല്ലെങ്കിൽ മതനിരപേക്ഷ മൂല്യത്തിൽ അടിസ്ഥാനമായ ഒരു കേരളീയ ജീവിതത്തെ അനാവരണം ചെയ്യാൻ തന്റെ കൃതികളിലൂടെ ഉറൂബ് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ഞാൻ ആദ്യത്തെ പോയിന്റായി പറഞ്ഞത്. അതിനുദാഹരിക്കുന്ന ഒരു കഥയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ പടച്ചോന്റെ ചോറ് എന്നാണ് അതിന്റെ പേര്. അത് തന്നെയാണ് എൻ്റെ ഓർമ്മ. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച ഓർമ്മ മാത്രമാണ് എനിക്ക്. അതുപോലെ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉമ്മാച്ചു. ഞങ്ങളൊക്കെ പല തരത്തിലും ഉമ്മാച്ചു എന്ന പുസ്തകത്തെ വായിച്ചിട്ടുണ്ട്. മനഃശാസ്ത്രപരമായി വായിച്ചിട്ടുണ്ട്, സാമൂഹ്യശാസ്ത്രപരമായി ഉമ്മാച്ചുവിനെ വായിച്ചിട്ടുണ്ട്, രാഷ്ട്രീയമായി ഉമ്മാച്ചുവിനെ വായിച്ചിട്ടുണ്ട്. അങ്ങനെ നാനാവിധ വായനകൾക്കും വിധേയമായിട്ടുള്ള മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ നോവലുകളിൽ ഒന്നാണ് ഉമ്മാച്ചു. മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ നോവലുകളിൽ ഒരു 10 എടുക്കാൻ പറഞ്ഞാൽ അതിലൊന്ന് എന്തായാലും ഉമ്മാച്ചുമാണ്. അതിൽ യാതൊരു തർക്കമില്ല. മലയാള നോവൽ ചരിത്രത്തെ പൊതുവെ നമ്മൾ പിന്നെ ഇന്ദുലേഖ മുതൽ ബാല്യകാല സഖിക്ക് തൊട്ട് മുമ്പുള്ള കാലം വരെ ഒന്നാം ഘട്ടമെന്നും, ബാല്യകാല സഖി മുതൽ
ഖസാക്കിന്റെ ഇതിഹാസത്തിന് തൊട്ടു മുമ്പുള്ള കാലം വരെ രണ്ടാം ഘട്ടമെന്നും ഖസാക്കിന്റെ ഇതിഹാസം മുതൽ മൂന്നാം ഘട്ടമെന്നും എന്നാൽ ഇപ്പോൾ അത് നാലാം ഘട്ടത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു എന്നൊക്കെ പൊതുവെ സാഹിത്യ വിമർശകർ പറയാറുണ്ട്, സാഹിത്യ നിരൂപകർ പറയാറുണ്ട്. എന്താണ് ഉമ്മാച്ചു? യഥാർത്ഥത്തിൽ ഉമ്മാച്ചു മുന്നോട്ട് വെക്കുന്നത് എന്താണെന്ന് ഒന്ന്, ഉമ്മാച്ചു സ്നേഹിക്കുന്നത്, ഉമ്മാച്ചിനൊരു പ്രണയം ഉണ്ടായിരുന്നു. ആ ഉമ്മാച്ചു യഥാർത്ഥത്തിൽ പ്രണയിക്കുന്നത് മായനെയാണ്. മായൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയാണ്. ഉമ്മാച്ചു തന്റെ കുട്ടിക്കാലം മുതലേ അവരോടൊപ്പം മദ്രസയിൽ പോവുകയും കളിക്കുകയും കുളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന, പാട്ട് പാടുന്ന, അങ്ങനെയൊക്കെയുള്ള മനോഹരമായ ഒരു ബാല്യമായിരുന്നു ഉമ്മാച്ചുവിനുണ്ടായിരുന്നത്. ഈ ഉമ്മാച്ചു പിന്നീട് പക്ഷേ വിവാഹം കഴിക്കേണ്ടി വരുന്നത് ഉമ്മാച്ചുവിന്റെ ഉമ്മയുടെയും പിതാവിന്റെയും നിർബന്ധത്തിന് വഴങ്ങി ഉമ്മാച്ചു വിവാഹം കഴിക്കുന്നത് ബീരാനെ. ബീരാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് ഉമ്മാച്ചു വിവാഹം കഴിക്കുന്നത്. എന്നാൽ ഉമ്മാച്ചു പ്രണയിക്കുന്നത് മായനെ പ്രണയിച്ചു. അപ്പൊ ഇഷ്ടമില്ലാത്ത ഒരു വിവാഹത്തിന് നിർബന്ധിക്കേണ്ടി വരികയും ഇഷ്ടമില്ലാത്തൊരു വിവാഹം നടക്കുകയും ഒരു കുടുംബജീവിതം നയിക്കേണ്ടി വരികയൊക്കെ ചെയ്യുമ്പോഴും ഉമ്മാച്ചു ഒരിക്കലും പ്രണയത്തിന്റെ നിരാശയിൽ തളർന്നു പോകുന്നില്ല. ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളെയും തീവ്രമായി മുറിച്ചു കടക്കുകയാണ് ഉമ്മാച്ചു ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉമ്മാച്ചു സ്ത്രീ കേന്ദ്രീകൃതമായ ഒരു നോവലാണ് എന്ന് മാത്രമല്ല, സ്ത്രീ കഥാപാത്രത്തിന്റെ, കരുത്തുറ്റ സ്ത്രീ കഥാപാത്രത്തിന്റെ മലയാളത്തിലെ അപൂർവ മാതൃകകളിലൊന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിംഗ്ലേഗയെ പോലെയൊക്കെ മലയാളത്തിലെ പല നോവലിലെയും നായികമാരെ നമുക്കറിയാം. സേതുവിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സേതുവിന്റെ നായിക പറയുന്നത് സേതുവിനെന്നും ഒരാളോട് മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നു, സേതുവിനോട് മാത്രം എന്നൊക്കെ കാൽപ്പനികമായി മഞ്ഞിലെ വിമല, ഇങ്ങനെ വളരെ കാൽപ്പനികമായി സംസാരിക്കുകയും എപ്പോഴും ഒരു സ്വപ്ന ലോകത്ത് ഭ്രമാത്മകമായൊക്കെ ജീവിക്കുകയും ചെയ്യുന്നതിന് പകരം ഉമ്മാച്ചു ജീവിച്ചത് യാഥാർത്ഥ്യങ്ങളുടെ ലോകത്താണ്. മായനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ വീരാനുമായുള്ള ദാമ്പത്യത്തിനിടയിൽ ഒരിക്കലും മായനുമായുള്ള തന്റെ പ്രണയ അനുഭവങ്ങളെ അവിടെ ഓർക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഇതൊക്കെ തന്റെ ജീവിതത്തിൽ ഒരു നിയോഗമാണ് എന്ന തരത്തിൽ ജീവിച്ചു തീർക്കുകയാണ് യഥാർത്ഥമായ ചെയ്യുന്നത്, അല്ല ഉമ്മാജി ചെയ്യുന്നത്. ഈ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ത്രീ കേന്ദ്രീകൃതമായ മലയാളത്തിലെ അപൂർവ നോവലുകളിൽ ഒന്നാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ തന്നെ ഉറൂബിന്റെ തന്നെ മറ്റൊരു സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള സ്ത്രീ കഥാപാത്ര കേന്ദ്രീകൃതമായ നോവലാണ് അമ്മിണി. അമ്മിണി ആരംഭിക്കുന്നത് തന്നെ അമ്മിണിയുടെ മരണമാണ്. അമ്മിണി മരിച്ചു പോകുന്നു. അമ്മിണിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനും അമ്മിണിയുടെ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെ പഠിക്കുന്നതിനുമായി അമ്മിണിയുടെ സുഹൃത്ത് നളിനി നടത്തുന്ന പരിശ്രമങ്ങളാണ് അമ്മിണി എന്ന് പറയുന്ന നോവലിന്റെയും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന്റെയും എന്താ പറയാ ഉള്ളടക്കം എന്ന് പറയും. അതും സ്ത്രീ കഥാപാത്രമാണ്. അവിടെ അമ്മിണിയും നളിനിയും, അമ്മിണി മരിച്ചു പോയതാണ്, നളിനിയുടെ സുഹൃത്താണ്. പക്ഷെ അമ്മിണിയുടെ മരണം അന്വേഷിക്കുന്ന നളിനി, രണ്ടുപേരും അതിശക്തരായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ചും 20ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ട ദശകങ്ങളിൽ 1920, 30, 40, 50 വരെയൊക്കെയുള്ള ഒരു കേരളീയ ജീവിതം എന്ന് പറയുന്നത് പൊതുവെ സ്ത്രീവിരുദ്ധമായ ആശയങ്ങളുടെ ആധിപത്യം നിലനിന്നിരുന്ന ഒരു കാലഘട്ടമാണ്. സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ലാത്തതിന്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിലൊക്കെ അറബി എഴുതാൻ പാടില്ല, സ്കൂളിൽ പോകാൻ പാടില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലത്താണ് ഉമ്മാച്ചു എന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധൈര്യശാലിയായ ഒരു പെൺകുട്ടിയെ കുട്ടിക്കൃഷ്ണൻ മുമ്പ് സൃഷ്ടിക്കും. അവിടെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ കരുതുന്നത്. മാത്രമല്ല നമുക്കറിയാം, ഈ ഉമ്മാച്ചുവിന്റെ ആദ്യത്തെ ഭർത്താവ് ബീരാൻ, ഈ ആദ്യത്തെ യഥാർത്ഥ ഭർത്താവ് ബീരാൻ, ആ പിന്നെ ബീരാനിൽ ഉമ്മാച്ചുവിന് കുട്ടികളുണ്ട്. ബീരാനിൽ ഉമ്മാച്ചുവിനുണ്ടായ കുട്ടികളെ പോലും
അങ്ങനെ ഈ ഒരു അത്രമേൽ ആത്മാർത്ഥത ആ കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ ഉമ്മാച്ചു കാണിക്കുന്നില്ല. തന്റെ ഭർത്താവ് വീരാൻ തന്റെ പഴയ കാമുകനാൽ പിന്നീട് കൊല്ലപ്പെടുന്നുണ്ട് എന്നും ഉമ്മാച്ചുവിനറിയാം.